2019 അവസാനം മുതൽ ലോകത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങിയ കോവിഡ് വൈറസിനോടൊപ്പം ചേർന്ന് നമ്മൾ ജീവിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ വകഭേദം കൂടി എത്തിയപ്പോൾ വലിയ ആശങ്കയൊക്കെ പലരിലും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണ് എന്താണ് ഈ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട JN.1 ഉപവകഭേദം എന്നുള്ളത്. ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN.1. ഇത് BA.2.86 പിറോളയുമായി സാദൃശ്യമുള്ള ഇതിൽ നിന്നും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഉപവകഭേദമാണ്. നമ്മൾ ഇനി JN.1ന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അതിവ്യാപന ശേഷിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കും, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ 4-5 ദിവസം കൊണ്ട് തന്നെ ഈ രോഗം ഭേദമാകും വൈറസ് വന്നാൽ എന്നുള്ളതാണ് ആശ്വാസം. ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നില്ല. കോവിഡ് ബാധിച്ചവർക്കും വരാം. അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ എടുത്താലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് വലിയ വേഗത്തിൽ തന്നെ ഇത് ഒരുപാട് പേരിലേക്ക് രോഗബാധ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ലക്ഷണങ്ങൾ നോക്കുമ്പോൾ സാധാരണ കോവിഡ് ലക്ഷണങ്ങൾ തന്നെയാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, തലവേദന, കഫം, ശ്വാസതടസ്സം, ചിലരിൽ ഉദരവേദന, ശരീരവേദന, അങ്ങനെ സാധാരണ കോവിഡിന് ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് വലിയ തോതിലാകില്ല. അതുകൊണ്ട് നമ്മൾ പാനിക് ആകേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്ങനെ നമ്മൾ നേരിടുമെന്നുള്ളത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ എങ്ങനെയാണോ കോവിഡിനോട് അതിനെ നേരിട്ട് വരുന്നത് അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനി സ്ഥിരീകരിച്ച രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇതുവരെ ലോകരാഷ്ട്രങ്ങളിലായി 38 രാജ്യങ്ങളിലാണ്, ഇന്ത്യയടക്കം 38 രാജ്യങ്ങളിലാണ് JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് US ലാണ്. 2023 സെപ്റ്റംബറിലാണ് US ഈ രോഗബാധ ഉണ്ടാകുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യം JN.1 തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചത്. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലും ഗോവയിലും ഈ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് പടർന്നു തന്നെ പിടിക്കുകയാണ്. നിലവിൽ കുറേ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പകർച്ചപ്പനി പല രാജ്യങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ JN.1 കൊണ്ട് ആകാമെന്നുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക, ടെസ്റ്റ് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക, സ്വയം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മൾ എല്ലാം അതിജീവിച്ചതുപോലെ തന്നെയാണ്. മാത്രമല്ല ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നല്ല JN.1.